പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? 2010 UPA സർക്കാർ ഈ എണ്ണ വില, ഇന്ത്യയിൽ എണ്ണയുടെ വില നിർണ്ണയിക്കാനുള്ള അവകാശം എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ അന്ന് സർക്കാർ പറഞ്ഞ കാര്യം, അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇന്ത്യയിലും കുറയും, അത് അവിടെ കൂടുകയാണെങ്കിൽ ഇന്ത്യയിലും കൂടും. ഇതിൽ സർക്കാരിന് നിയന്ത്രണമല്ല, സർക്കാരിനെതിരെ ആയിരുന്നു അന്ന് വലിയ സമരങ്ങൾ നടന്നു. പക്ഷേ ഇപ്പൊ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $70 താഴെയാണ്. 2 വർഷം മുൻപ് ജൂൺ മാസത്തിൽ അന്ന് ഏതാണ്ട് $120 ആയിരുന്നു ഒരു ബാരലിന്റെ വില. അന്ന് പോലും ഇത്രയധികം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കയറി നിന്നിട്ടില്ല. ഇപ്പോൾ വില കുറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാത്തത്? പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഒരു വർഷം ലഭിക്കുന്ന ലാഭം ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ അടുത്താണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിനാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷം ഏതാണ്ട് 4.5 ലക്ഷം കോടി രൂപയോളം ഇങ്ങനെ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയിലൂടെ ലഭിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കും വലിയ വിഹിതം ലഭിക്കുന്നു. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിൽ വില കുറയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എണ്ണ കമ്പനികൾ വലിയ ലാഭം എടുക്കുന്നുണ്ട്. ആ ലാഭം കുറച്ച് ജനങ്ങൾക്ക് ഇതിന്റെ നേട്ടം നൽകാൻ, ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം നൽകാൻ കമ്പനികൾ നിശ്ചയിക്കണം. കേന്ദ്ര സർക്കാർ അതിന് സമ്മർദ്ദം ചെലുത്തുകയും വേണം. നമസ്കാരം.